നമസ്കാരം. കുറച്ച് പേര് ചോദിച്ചിരുന്നു ചേച്ചി ഹോം ടൂർ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. അപ്പം എൻ്റെ വീടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2007 ഞങ്ങളൊരു കുഞ്ഞു വീട് വാങ്ങിച്ചിരുന്നു. 8 സെൻറ്റ് സ്ഥലവും ഒരു വീടും. അന്ന് 7 ലക്ഷത്തിനാണ് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയത്. ആ വീട് ഞാൻ ആദ്യം ഒന്ന് ചെറിയൊരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച വീട്. 14 വർഷം ഇവിടെ താമസിച്ചതിന് ശേഷം 2021 ഞങ്ങളിതൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പഴയ വീട് നമ്മൾ പൊളിച്ച് പണിയുമ്പോൾ അറിയാലോ, അതിൻ്റെ മുകളിലൊക്കെ എടുക്കുമ്പം വീടിന് ബലമുണ്ടോ ഉറപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അന്വേഷിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു എൻജിനീയറെ ഒന്ന് വീടൊന്ന് കാണിച്ചു. അതുപോലെ തന്നെ കുറ്റിക്കാരനെ വെച്ചിട്ട് വാസ്തുശാസ്ത്രം ഒക്കെ ഒന്ന് നോക്കി, അതിന് ശേഷം മുകളിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. ഫ്രണ്ടിൽ വന്ന മാറ്റമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. ബോക്സ് വർക്കാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഒന്നുമില്ലാത്ത, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ടിൽ ഒരു വീട് വയ്ക്കുന്നതിൻ്റെ ഇരട്ടി പണിയാണ് കേട്ടോ പഴയത് നമ്മൾ പൊളിച്ചിട്ട് എടുക്കുമ്പോൾ. കാരണം അതിൻ്റെ ഇൻറ്റീരിയർ ആകട്ടെ ഡിസൈൻ ആകട്ടെ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് കിട്ടില്ല. ബീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഞങ്ങൾ ഈ ഒരു വീട് മാറ്റം വരുത്തുമ്പോൾ വിചാരിച്ചത് നമുക്ക് മാക്സിമം എല്ലാ ഇടവും ഓരോ കോണും നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ, അതായത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സെറ്റാക്കണം. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുക്കുക, അതുപോലെ തന്നെ ഓരോ ഏരിയയും നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹോള് ആദ്യം ചെറുതായിരുന്നു, ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വലിപ്പം വെപ്പിച്ചതാണ്. പിന്നെ ഹോളിൽ ഇവിടെയൊക്കെയുള്ള വർക്കൊക്കെ നമ്മുടെ മൾട്ടി വുഡ് തന്നെയാണ് കൊടുത്തത്. ഈ ഷോക്കേസൊക്കെ പുതുക്കി പണിതതിന് ശേഷം നമ്മുടെ വീട് വരുന്നത് 2400 സ്ക്വയർ ഫീറ്റാണ്. ഈ ഡോറ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ആദ്യം ഒരു ബെഡ്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് പിന്നെ ഞങ്ങൾ ഇത് ബെഡ്റൂം ആക്കി മാറ്റേണ്ട, അതായത് 4 ബെഡ്റൂം ടോട്ടൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് സ്റ്റഡി റൂമാക്കി മാറ്റി. പിന്നെ ഇതിൻ്റെ ഒരു അറ്റാച്ചായിട്ട് ഒരു ടോയ്ലറ്റും കൂടി ഉണ്ടായിരുന്നു, വാഷ്റൂം. അപ്പോൾ അതും കൂടെ ഞങ്ങളത് ഒഴിവാക്കി. ഇവിടെ ഒന്ന് ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം 2 ടോയ്ലറ്റ് ഒരുമിച്ച് ഒന്നാക്കി മാറ്റി. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അതുകൊണ്ട് എൽ ഷേപ്പിലാണ് നമ്മുടെ ബാത്റൂം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീടൊന്ന് സൗകര്യമാവണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മൂപ്പര് ശരിക്കും ചിത്രം വരച്ചിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു വീട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണല്ലോ. അപ്പം അവിടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പിന്നെ ബീമും നമ്മൾ നോക്കണമല്ലോ. അപ്പം വീടിൻ്റെ ബലത്തിനൊരു കോട്ടം വരുത്താത്ത രീതിയിൽ വേണമല്ലോ നമ്മൾ ഓരോ ഏരിയയും പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത, അതായത് പിന്നെ എഞ്ചിനീയറുടെ അടുത്തിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് പ്ലാന് വരപ്പിച്ചത് തന്നെ. പ്ലാന് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നാട്ടിലുള്ള പണിക്കാരെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഓരോന്നും ഓരോരുത്തർക്ക് കൊടുത്തു. അതായത് നമ്മൾ തേപ്പ് വരെ ആ കോൺട്രാക്ടർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം നില ഒരാൾക്ക്, പിന്നെ അതിൻ്റെ ഇലക്ട്രീഷ്യൻ വർക്ക്, പ്ലംബിങ് അത് വേറൊരാൾക്ക്, അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതാണല്ലോ നമ്മുടെ ഒരു ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ, അത് വേറൊരു ടീമിന് കൊടുത്തു. ഷെൽഫിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും 3 പേർക്കും വെക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ കൊണ്ട് നിറച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ഡോറ് മാത്രം തേക്കിൽ ചെയ്തു. ബാക്കി എല്ലാ ഡോറും ജനാലയും എല്ലാം, അതിൻ്റെ കട്ടിലൊക്കെ ഉണ്ടാവില്ലേ ജനാലയുടേത്, എല്ലാം പ്ലാവ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതുപോലുള്ള ഷെൽഫും കാര്യങ്ങളെല്ലാം നമ്മുടെ മൾട്ടി വുഡിലും, അടുക്കളയുടെ ഒരു കബോർഡൊക്കെ മൾട്ടി വുഡ് തന്നെയാണ് ചെയ്തത്. ഷെൽഫൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബഡ്ജറ്റും കൂടെ നോക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ മൾട്ടി വുഡിലെത്തിയത്. ഇത് ഹിഞ്ചസ് ചിലപ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. 2 വർഷമായില്ലേ. പഴയ വീടിൻ്റെ നിലം ടൈലായിരുന്നു, അതെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് പിന്നെ മാർബിളിലേക്ക് മാറിയത്. മുകളിൽ മാർബിൾ വെച്ചിട്ടില്ല കേട്ടോ. കാരണം മാർബിളിന് ഭയങ്കര വെയിറ്റ് അല്ലേ. അപ്പോൾ മേലെ വെയിറ്റ് അധികം ലോഡ് താങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് മുകളിൽ ടൈലും താഴെ മാർബിളും ആണ്. പിന്നെ ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവിടെയൊക്കെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജിപ്സത്തിൻ്റെ ഇടയിലുള്ള ലൈറ്റ് ഇല്ലേ, മുകളിലുള്ള സീലിങ്ങിൻ്റെത്, അത് രാത്രി ഇടുമ്പോൾ നല്ല വൈബാണ്. പക്ഷേ നമ്മൾ ഇടാറില്ല കേട്ടോ. ഞാൻ പറയും വെറുതെ എന്തിനാ കറണ്ട് ബില്ല് കൂട്ടുന്നതെന്ന്. പക്ഷേ ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ഇട്ടിട്ട് വീടൊന്ന് ഭംഗിയാക്കി വെക്കും. ഇവിടുന്ന് നേരെ ലിവിങ് റൂമിൽ തന്നെയാണ് എത്തുന്നത്. നമ്മുടെ കോനാലകം, ഈ ഒരു കോനാലകത്ത് കാണുന്ന സോഫ ഇല്ലേ, അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് തന്നെയാണ്.
ആ ഒരു ഷെൽഫില്ലേ ഷോക്കേസ്, അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ റൈറ്റ് സൈഡിലല്ലേ നമ്മുടെ സ്റ്റഡി റൂം വരുന്നത്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വരുന്നത് ഒന്ന് സ്റ്റെയർ കേസും പിന്നെ അതിൻ്റെ താഴെയുള്ള ഒരു ഏരിയ ആണ്. അവിടെയാണ് നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. ഈ സ്റ്റെയർ കേസിലെ സൈസിനൊന്നും നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. പണ്ടൊക്കെയുള്ള സ്റ്റെപ്പ് ചെറുതാക്കിയിട്ടല്ലേ ഉണ്ടാവുക, ഇപ്പോഴല്ലേ ഭയങ്കര വീതിയിൽ വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അതേപോലെ തന്നെയാണ് ഉള്ളത്. അവിടെ കുറച്ച് വീതി കുറഞ്ഞിട്ട് തന്നെയാണ്. അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല, കാരണം ഈ ഒരു ഏരിയയിൽ സ്പേസ് കുറവാണ്. ഇനിയിപ്പം നേരെ റൂമിലേക്ക് വരാം. ബെഡ്റൂമൊക്കെ മാക്സിമം മിനിമലൈസ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഒരു മിററും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇവിടെ തന്നെ പോകുന്ന രീതിയിലൊരു വാഷ്റൂം. ആ ഒരു വാഷ്റൂമാണ് ഞാൻ പറഞ്ഞത്, 2 എണ്ണം കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി മാറ്റിയത്. പിന്നെ ഈ ഒരു ഷെൽഫ് കുറച്ച് ഒരു 2 സ്റ്റെപ്പ് ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ റൂമിലേക്ക് കടക്കുമ്പോൾ ഈ ഷെൽഫൊന്നും കാണില്ല. 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമും പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ഷെൽഫുമാണ്. വാഷ്റൂം നമ്മൾ ഒരിക്കലും ഞാനൊരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലേ, അത് ഈ ഒരു വാഷ്റൂമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 കളറുകളാണ് വൈറ്റും ആഷും. അത് രണ്ടുമാണ് അടുക്കളയിലും ഈ ഒരു വാഷ്റൂമിലും കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ രണ്ടും ഒരേ ഒരു കളർ തീമാണെന്നേ ഉള്ളൂ, വേറെ വേറെ പീസ് തന്നെയാണ്. കാരണം അടുക്കള കണ്ടവർക്ക് അറിയാലോ, അതൊരു ഓഫ് ആയിട്ടാണ് ഫുള്ളായിട്ട് വരുന്നത്. പിന്നെ ഷെൽഫിന് മാത്രം ഒരു ആഷ് കളർ കൊടുത്തെന്ന് മാത്രം. പിന്നെ ഇവിടെ വൈറ്റും ആഷും ചെറിയ ഡിസൈനിലുള്ള ടൈലാണ് വെച്ചത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെ നേരെ വരാം. ഡൈനിങ് ഹാളിൽ ഈ ഒരു സൈഡില്ലേ, അവിടെ ഒരു വലിയൊരു ചുമര് തന്നെ ഉണ്ടായിരുന്നു, കുടുങ്ങിയിട്ടതുപോലെയാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ ആ ഒരു ചുമര് എടുത്തതിന് ശേഷം അവിടെ വലിപ്പം കിട്ടിയത്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ മുന്നോട്ടേക്ക് വന്നിട്ട് റൈറ്റിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പൂജാമുറിയാണ്. റൈറ്റിലേക്ക് ചെറിയൊരു പാസേജ് ഉണ്ട്, അത് നേരെ പോകുന്നതാണ് നമ്മുടെ ഈ ഒരു പൂജാമുറിയിലേക്ക്. ഇതിപ്പം വൈകുന്നേരം തുടങ്ങിയ ഷൂട്ടായിരുന്നു. എടുത്തെടുത്ത് സന്ധ്യയായി, അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അടുക്കളയിലേക്ക് പോകാം. അടുക്കള ഞാൻ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഡൈനിങ് ഹാളിൻ്റെ മേലെയുള്ള ആ ഒരു സീലിംഗ് വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പാരലായിട്ടുള്ള വുഡിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോകാം. അടുക്കള എന്ന് പറയുമ്പോൾ സ്ക്വയർ ടൈപ്പിലുള്ള അടുക്കള തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. 3 ഭാഗത്തും നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പൊക്കെ വന്നിട്ട്, പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങ് മുന്നോട്ടേക്ക് ഞങ്ങൾക്ക് നീട്ടാൻ പറ്റില്ല. കാരണം അവിടെ കിണറുള്ളത് കൊണ്ട് അവിടെ എന്തൊരു കണക്കുണ്ടല്ലോ, കിണറിൻ്റെ മധ്യത്തിലേക്ക് ചുമര് വരാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ ഒരു കണക്ക് നോക്കിയത് കൊണ്ട് അധികം അങ്ങോട്ട് നീട്ടാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു നീളത്തിലാണ് നമുക്ക് അടുക്കള കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കുഞ്ഞ് വർക്ക് ഏരിയ ഉണ്ട്. വേഗം പണി കഴിയും, ചെറിയൊരു അടുക്കള ആയതുകൊണ്ട്. പിന്നെ 2-3 ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പം എന്താ ഷെൽഫിൻ്റെ കാര്യം, ഷെൽഫൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തത്. മേലെയും വെച്ചിട്ടുണ്ട്. ഇപ്പം കേക്ക് ചെയ്യാത്തതുകൊണ്ട് കേക്ക് ഐറ്റംസിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാ അതിൻ്റെ ടൂൾസും കാര്യങ്ങളെല്ലാം ഇത് മേലെയുള്ള ഷെൽഫിലേക്ക് കബേർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ഡോറ്, അത് തുറന്നു കഴിഞ്ഞാൽ നേരെ മുറ്റത്തേക്കാണ്. അപ്പം പെട്ടെന്ന് തന്നെ വെയിലും വെളിച്ചവും മഴയൊന്നും നമ്മുടെ ആ ഒരു ഡോറിനൊന്നും വേണ്ട, തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണല്ലോ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുന്നേ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് പേരൊക്കെ. അവിടെ പെയിൻ്റൊക്കെ അടിച്ചൊന്ന് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ അത് ചെയ്ത വർക്കാണ്. ഇനി നേരെ മേലേക്ക് പോവാം. നമ്മുടെ സ്റ്റെയർ ഒന്ന് കയറിയാൽ നേരെ മുകളിൽ. അപ്പം മുന്നേ വാങ്ങുമ്പോൾ അവിടെയൊക്കെ ടെറസായിരുന്നല്ലോ, ഒരു നില വീടായിരുന്നല്ലോ. പിന്നെയാണല്ലോ നമ്മൾ മുകളിലേക്ക് എടുത്തത്. ഈ കയറുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ വാൾപേപ്പറില്ലേ, അതാണ് വെച്ചത്. അതും ഒരു ആഷ് തന്നെയാണ് വെച്ചത്. പിന്നെ എന്താണ്, അവിടെയും മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാൾപേപ്പറൊക്കെ ഇപ്പോൾ മാറ്റാൻ സമയമായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മുഷിഞ്ഞ് വരുന്നുണ്ട്. സ്റ്റെയർ കയറി കഴിഞ്ഞാൽ വലത് സൈഡിൽ 2 മുറിയും ലെഫ്റ്റ് സൈഡിൽ 1 മുറിയും പിന്നെ നേരെ പോകുന്നത് ലിവിങ് ഏരിയ ആണ്. വലത്തെ സൈഡിലുള്ള ആദ്യത്തെ മുറി ഒന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും ടെറസാക്കിയിട്ട് വെക്കാനായിരുന്നു വിചാരിച്ചത്. 2 റൂമും 1 ഹോളും ഇത് ടെറസും ആക്കിയിട്ട് മാറ്റാമെന്ന്. പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് ഇതേപോലെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കിയിട്ട് മാറ്റിയത്. കാരണം നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഇടം തന്നെയാണല്ലോ, ഇസ്തിരിടാനുള്ള സ്ഥലം, പിന്നെ അതുപോലെ ഒരു ഷെൽഫ്, അത്യാവശ്യമല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തതും അങ്ങനെയുള്ള പഴയ ബാഗുകൾ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ പഴയ ഒരു ഷെൽഫ് തന്നെയാണ്. പിന്നെ നമ്മൾ അയച്ചിട്ട ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് അവിടെ കണ്ടെത്തിയിട്ട്
സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ വാഷിംഗ് മെഷീൻ വെക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, അത് കുറച്ച് താഴ്ന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ 2 സ്റ്റെപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഗ്രിൽസിൻ്റെ പണിയൊക്കെ ചെയ്യുമ്പോൾ ആ ചേട്ടന്മാരോട് പറഞ്ഞിട്ട് വെൽഡ് ചെയ്ത് വെച്ചതാണ് ആ ഒരു സ്റ്റെപ്പ്. ഗ്രിൽസിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ജീവികളൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു നെറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ തുണിയൊക്കെ വിരിച്ചിടുകയും ചെയ്യാം. നല്ലൊരു ഉപയോഗമുള്ള ഏരിയ തന്നെയാണ്. എനിക്കത് ബക്കറ്റ് പോലും വേണ്ട. മെഷീനിൽ നിന്ന് അലക്കിയ തുണി എടുത്തിട്ട് നേരെ അങ്ങ് വിരിച്ചിട്ടാൽ മതി. ഇനിയിപ്പം വലത്തെ ഭാഗത്തുള്ള 2ാമത്തെ മുറി ഒന്ന് കാണിച്ചു തരാം. ഇത് അവിടെ വാൾപേപ്പർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു വുഡൻ തീമിലാണ് ഈ ഒരു റൂം വരുന്നത്. മുകളിലൊക്കെ സീലിംഗ് വർക്കിൻ്റെ ഇടയിലൊക്കെ ആ വുഡ് കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും, അതായത് തലേണയുടെ ബാക്ക് സൈഡിലെ അവിടെയും അവർ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു പാസേജ് ഉണ്ട്. ആ ഒരു പാസേജിൻ്റെ വലതുഭാഗത്ത് വാഷ്റൂമും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടത്തെ സൈഡിലാണ് നമ്മുടെ വാർഡ്രോബും വരുന്നത്. 3 വലിയ ഷെൽഫ് തന്നെയാണ് അവിടെ വെച്ചത്. അതിൻ്റെ കളറും ആ ഒരു വുഡ് വൈറ്റ് തീം തന്നെയാണ് കൊടുത്തത്. ഇതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ബീം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണില്ല. ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഫിനിഷിംഗ് ഒന്നും വർക്കില്ല, എന്നാലും അവർ ഡോറൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അവിടെയും നമുക്ക് സാധനങ്ങൾ മാക്സിമം ഒന്ന് സൂക്ഷിക്കാൻ പറ്റും. ഡോറ് വെച്ചതുകൊണ്ട് തന്നെ പൊടിയൊന്നും ഉള്ളിലേക്ക് കടക്കുകയില്ല. പെട്ടെന്നൊന്നും വൃത്തികേടൊന്നും കാണുകയില്ലല്ലോ. പഴയ ഒരു വീട്ടിലിങ്ങനെ ബർത്തില്ലേ, തട്ട് വാർത്തിട്ട് അതൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ കാണുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് നീറ്റിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം. പൊടിയൊന്നും വരികയില്ല, പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വാഷ്റൂം. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള ടൈല് റഫാണ്, അതായത് സ്മൂത്ത് അല്ല. അവിടെ ഒരു റഫായിട്ട് മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തത്. അതൊരു ആഷ് കളർ തന്നെയാണ് ഉള്ളത്. ആ ക്ലോസറ്റിൻ്റെ പുറകിലുള്ള സീബ്രഡ് ലൈൻ ഇല്ലേ, ആ ഒരു ഡിസൈന് വലിയ ടൈല് തന്നെയാണ്. അതങ്ങനെ അവർ കട്ട് ചെയ്തിട്ട് ഇടകലർത്തിയിട്ട് വെച്ചത് തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് അത് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചതുകൊണ്ട്. ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ടല്ലോ ഇടത്തെ സൈഡിലുള്ള നമ്മുടെ സ്റ്റെയറിൻ്റെ, അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് മോളുടെ റൂമാണ്, പക്ഷേ അവൾ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. ഇതിപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ഇതും നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇൻറ്റീരിയർ വർക്ക് മുകളിലുള്ള ആ ഒരു വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു തലേണ വയ്ക്കുന്ന ഭാഗത്ത് മുകളിലും ഇതേപോലെയുള്ള ഒരു ഷോ പീസോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ വെക്കാനുള്ള ഏരിയയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗയില്ലേ, ഇവിടെ 3 വലിയ ഒരു ഷെൽഫും അതിനുശേഷം വലിയൊരു ഡോറ് കാണുന്നില്ലേ, അത് ശരിക്കും ഷെൽഫല്ല. അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാഷ്റൂമിലേക്ക് പോകാനുള്ള ഏരിയ ആണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് വാഷ്റൂമാണെന്നുള്ള കാര്യം. ഞാൻ ഒന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. ഈ ഒരു വാഷ്റൂമിൻ്റെ കളറും ഡിസൈനൊക്കെ വേറെ തന്നെ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ടൈലില്ലേ, വലിയ ടൈല് തന്നെ മുറിച്ചിട്ട് ഇതുപോലെ നമ്മുടെ വേർട്ടിക്കലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സീബ്ര ലൈൻ ഹൊറിസോണ്ടലല്ലേ വെച്ചത്, ഇത് വേർട്ടിക്കലായിട്ട് ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കളറ് ഇതിൽ കാണുന്നത് ഇപ്പം ആ ഒരു ചന്ദന കളറില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ കളറും. അതിൻ്റെ ഡാർക്കും ലൈറ്റും ആയിട്ടാണ് വരുന്നത്. ഇതിനോട് മാച്ചാവുന്ന ഒരു കളർ തന്നെയാണ് താഴെയും കൊടുത്തിരിക്കുന്നത്, റഫായിട്ടുള്ള പീസ്. ഇനിയിപ്പോൾ മേലത്തെ ലിവിങ് ഏരിയയിലെ സോഫയൊക്കെ ഇട്ടിട്ടുള്ള ഭാഗം അവിടെയും കൂടെ അല്ലേ കാണിക്കാനുള്ളൂ, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ പഴയ ഒരു സോഫ തന്നെയാണ് മുകളിലേക്ക് ഇട്ടത്. അവിടെ ടേബിളൊന്നും വെച്ചിട്ടില്ല. പിന്നെ അവിടെ TV വെക്കാനുള്ള ചെറിയൊരു ഏരിയയും കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം. പിന്നെ കേർട്ടനൊക്കെ ഇവിടെ വുഡൻ കളർ തന്നെയാണ് കൊടുത്തത്. ആ TV യൂണിറ്റിൻ്റെ അടുത്തും നമ്മൾ ആ ഒരു വുഡൻ തീമിൽ ചെറിയൊരു ഇൻറ്റീരിയർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ പുറത്തേക്ക് ബാൽക്കണി ഇല്ലേ, നമ്മുടെ വരാന്ത, ഈ ഡോറ് തുറന്നാൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെയും കുറച്ച് ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് ഇത് രാത്രി ലൈറ്റ് ഇടുന്നത് കാണുമ്പോൾ. അന്ന് തറ തുടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലിക്വിഡ് ഉണ്ടായിരുന്നില്ലേ, അത് തുടയ്ക്കുന്നത് ഈ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ടൈലാണല്ലോ, പിന്നെ താഴെ കോനാലില്ലേ വരാന്ത, അവിടെയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മാർബിളും. അപ്പോൾ 2 രീതിയിലും ഞാൻ അവിടെ കാണിച്ചിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെന്ന്. ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ സ്ക്രീനിൽ. അത് വേണമെങ്കിൽ ടച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജിപ്സം വർക്കിലുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയാട്ടോ. ഇത് രാത്രി കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് ബില്ല് കൂടുന്നത് കൊണ്ട് അധികം അങ്ങ് ഇടാറില്ലെന്ന് മാത്രം. ഇവിടെ 2 ചെയറും വെച്ചിട്ടുണ്ട്. പിന്നെ ഫാന് നമ്മുടെ ഈ ഒരു രീതിയിലുള്ളതാണ് താഴെ വെച്ചത്. ആ ഒരു നിലത്ത് വെച്ച ഫാന് കണ്ടില്ലേ, ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ലോണ് നട്ടിട്ടുണ്ട്. പേൾ ഗ്രാസ് ഇല്ലേ, അതാ വെച്ചത്. പിന്നെ ഗാർഡനറൊന്നും അല്ലല്ലോ, നമ്മൾ തന്നെ വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാകതകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 1 മാസമായിട്ടും നിങ്ങൾക്ക് കാണിക്കാൻ പാകത്തിലായിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. ഇനിയിപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ കമൻ്റ് ഇടാനും മറന്നു പോവല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്